പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. മക്കളുടെ പരീക്ഷാ വിജയത്തിനു വേണ്ടി മക്കൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവെ അവിടുന്ന് ശക്തമായിട്ട് അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ മക്കളെ ധൈര്യപ്പെടുത്തണമേ. അവരുടെ ഭയം, ഉത്കണ്ഠ, ആകുലത എല്ലാം അവിടുന്ന് എടുത്തു മാറ്റണമേ. നന്നായിട്ട് പഠിക്കാനുള്ള വലിയ കൃപ ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കാനുള്ള വലിയ ഓർമ്മശക്തി ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കണമേ. ദൈവിക ജ്ഞാനത്താൽ ഞങ്ങളുടെ മക്കളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ മക്കൾ നയിക്കപ്പെടട്ടെ. മറ്റൊരാത്മാവും ഞങ്ങളുടെ മക്കളെ നയിക്കാൻ ഇടയാകാതിരിക്കട്ടെ. ഒപ്പം തന്നെ കർത്താവെ, പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും, ഒത്തിരിയേറെ നിയോഗങ്ങളോടെ പ്രാർത്ഥനകളോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ മക്കളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും മറ്റെല്ലാ നിയോഗങ്ങളിലും കർത്താവെ അവിടുന്ന് അതിശക്തമായിട്ട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, അങ്ങയുടെ നാമത്തില് അങ്ങനെ പരമേൽപ്പിച്ചിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ അങ്ങയുടെ ഈ മക്കളെ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്നു, ആശീർവദിക്കുന്നു. അതിനായി നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധമ്മ മാതാവും വിശുദ്ധ യോസേപ്പ് പിതാവും ഉണ്ണീശോയും നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ കുടുംബത്തിന്റെ കൂടെ, മക്കളുടെ കൂടെ കാവലായിരിക്കട്ടെ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, മക്കൾക്ക് വേണ്ടിയൊക്കെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ഒത്തിരിയേറെ മക്കളുടെ വേദനകളും നിസ്സഹായ അവസ്ഥകളും ദുർബലതകളും ഒത്തിരിയേറെ ഭയവും ഉത്കണ്ഠയും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കർത്താവിന്റെ വചനങ്ങളും അവിടുത്തെ വാഗ്ദാനങ്ങളും നമ്മുടെ മക്കളില് പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി അതിശക്തമായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളെ തകർക്കാൻ ശ്രമിക്കുന്ന, അവരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന, അവരെ വളർത്താതിരിക്കാൻ ശ്രമിക്കുന്ന എല്ലാ പൈശാചിക ശക്തികളും, അന്ധകാര ശക്തികളും, ആധിപത്യങ്ങളും യേശുവിന്റെ വചനശക്തിയാൽ, കർത്താവിന്റെ നാമത്തിന്റെ ശക്തിയാൽ, കുരിശുമരണ ശക്തിയാൽ നിർവീര്യമാക്കപ്പെടട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മയും നമ്മുടെ മക്കളെയും അനുഗ്രഹിക്കട്ടെ. ഒപ്പം അനേക മക്കള് പലവിധ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാമ്പത്തിക തകർച്ച, കടബാധ്യത, ഒത്തിരിയേറെ തകർച്ചകള്, പല പല അസ്വസ്ഥതകള്, ഭയം, അല്ലെങ്കിൽ രോഗപീഠകള്, ഒത്തിരിയേറെ തടസ്സങ്ങള്, വിവാഹം നടക്കുന്നില്ല, ജോലി കിട്ടുന്നില്ല, അങ്ങനെ ഒത്തിരിയേറെ നിയോഗങ്ങള്, ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ വേദനകളും ദുഃഖഭാരങ്ങളും സങ്കടങ്ങളും ഒക്കെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുശരീര രക്തങ്ങളോട് ചേർത്ത് ലോകമെമ്പാടും അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ബലികളോട് ചേർത്ത് വെച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളും അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ഇന്ന് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചനം വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ തിരുവചനമാണ്. പറയുമ്പോ തന്നെ എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ വരും. എന്താണ്? എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഇവിടെ മക്കളെ, ഇത് വലിയൊരു ഉറപ്പാണ്. എന്താണ്? എന്നെ ശക്തനാക്കുന്നവനിലൂടെ. ശക്തനാക്കുന്നവൻ ആരാണ്? ദൈവം. ഈ ദിവസങ്ങളൊക്കെ നമ്മളതാണ് കാണുന്നത്. നമ്മുടെ സർവശക്തിയും നമ്മുടെ ആധിപത്യവും നമ്മുടെ അധികാരവും എല്ലാം ഉള്ള ദൈവത്തിന്റെ സാന്നിധ്യത്തില്, ദൈവത്തിന്റെ സർവശക്തിയില് നമുക്കെല്ലാം സാധിക്കും എന്നുള്ള ഒരു ഉറപ്പ് ദൈവവചനത്തിലൂടെ കർത്താവ് നമുക്ക് നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അഭിഷേകം നമുക്ക് വിശ്വാസത്തിലേക്കും പ്രത്യാശയിലേക്കും ഒരു ഉറപ്പിലേക്കും നയിക്കട്ടെ. ഇത് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പേടി മാറും. കാരണം എന്റെ ദൈവം എന്നെ ശക്തനാക്കുന്നവൻ, ഈ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക്
എല്ലാം സാധ്യമാണ്. എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം. പരീക്ഷ, പഠനം, ഓർമ്മശക്തി, ജോലി, ഇന്റർവ്യൂ, സംസാരം, എഴുതല്, അക്ഷരം, കയ്യക്ഷരം, ഇതെല്ലാം സാധ്യമാണ്. പക്ഷെ ഒരു കാര്യം വേണം, എന്നെ ശക്തനാക്കുന്ന ദൈവത്തിന്റെ സഹായം, ശക്തി എനിക്ക് വേണം. അത് ഉറപ്പിച്ചുകൊണ്ട് നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ജീവിതങ്ങളെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനം മക്കളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്ത് അവരെ കൊണ്ട് പറയിപ്പിക്കണം. ഇങ്ങനെ പറയിപ്പിക്കണം: എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം സാധ്യമാണ്. എന്നെ ശക്തനാക്കുന്ന കർത്താവിലൂടെ ഞാൻ ഈ പരീക്ഷ എഴുതും. എന്നെ ശക്തനാക്കുന്ന കർത്താവിലൂടെ ഞാൻ പഠിക്കും. എന്നെ ശക്തനാക്കുന്ന കർത്താവിലൂടെ ഞാൻ ഈ വിഷമകരമായ വിഷയം പഠിച്ച് പരീക്ഷ എഴുതി ജയിക്കും. കാരണം എന്നെ ശക്തനാക്കുന്നത് കർത്താവാണ്. കർത്താവ് സർവാധിപനും സർവശക്തനുമാണ്. ആ കർത്താവ് എന്നെ കൈവിടില്ല. ആ കർത്താവ് എന്നെ സഹായിക്കും. എന്റെ യേശു എന്നെ കൈവിടില്ല. കണ്ടോ, എന്റെ യേശു എന്നെ കൈവിടില്ല. എന്നെ ശക്തിപ്പെടുത്തും, എന്നെ ബലപ്പെടുത്തും. ഈ ഒരു ഉറപ്പ്, ഈ ഒരു വിശ്വാസം മക്കളിലേക്ക് പകർന്നു കൊടുക്കുക. ഈ വിശ്വാസത്തിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുക: മോനെ, നിന്നെ ശക്തനാക്കുന്ന കർത്താവിലൂടെ നിനക്കിത് സാധിക്കും. മോളെ, നിന്നെ ശക്തനാക്കുന്ന കർത്താവിലൂടെ നീ പരീക്ഷ എഴുതും, നീ എഴുതും, നീ ജയിക്കും, നീ ഉന്നത വിജയം പ്രാപിക്കും. ഉറപ്പ്. നിന്നെ ശക്തനാക്കുന്നത് ലോകത്തിൽ ആരുമല്ല, ഈ ലോകത്തിൽ ഒരു മനുഷ്യനുമല്ല. പിന്നെ ആരാണ്? സർവാധിപനും സർവശക്തനുമായ കർത്താവാണ്. അവന് ശക്തനാക്കുന്നവനാണ്, ബലപ്പെടുത്തുന്നവനാണ്. ഈ വചനത്തിന്റെ അത്ഭുത ശക്തി നമ്മുടെ മക്കളിൽ നിറയട്ടെ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ നിറയട്ടെ, നമ്മുടെ കുടുംബങ്ങളിൽ നിറയട്ടെ. കർത്താവേ, ഈ വചനത്തിന് അത്ഭുത ശക്തി നിറച്ച് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഈ അത്ഭുത ശക്തി കണ്ട് അനുഭവിക്കുവാൻ വേണ്ട അത്ഭുതകരമായ ഇടപെടല്, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് കർത്താവെ, അങ്ങ് ഈ വചനത്തെ സ്ഥിരീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഈ മക്കൾക്കായി ഈ വചനത്തെ അവകാശപ്പെട്ടുകൊണ്ട് ഈ വചനം സ്ഥിരീകരിക്കപ്പെടുന്നത് കാണുവാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് കർത്താവേ, ഈ മക്കളിൽ ഇടപെടണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രാർത്ഥനയോടെ ദിവ്യാന സന്നിധിയിൽ അല്പസമയം ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും ഈ കരുത്തോടെ, ഈ ശക്തിയോടെ, ഈ വിശ്വാസത്തോടെ പരീക്ഷ എഴുതട്ടെ. എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യീശോയെ, തിരുവചനങ്ങളിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുകയും അങ്ങയോട് ചേർന്ന് ജീവിക്കുവാൻ ഞങ്ങളെ ആഹ്വാനം ചെയ്യുകയും അങ്ങയോട് കൂടെ ആയിരിക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാം സാധ്യമാണെന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഓ ദിവ്യകാരുണ്യനാഥ, മക്കൾക്ക് വേണ്ടി പലവിധ നിയോഗങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ മക്കളുടെ പരീക്ഷാ വിജയത്തിനു വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനത്തിന്റെ അത്ഭുത ശക്തി, പ്രത്യേകിച്ചും ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വചനം, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം സാധ്യമാണെന്ന് ഏറ്റുപറഞ്ഞ് അങ്ങയെ ഉയർത്തിപ്പിടിച്ച പൗലോസ്ലീഹായുടെ ഉറപ്പോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവെ, അങ്ങ് ഞങ്ങളോട് സംസാരിച്ച വചനത്തിന്റെ ശക്തിയാൽ ഞങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ, ഞങ്ങളുടെ മക്കൾക്ക് ശക്തി നൽകണമേ. അങ്ങ് ഞങ്ങളുടെ മക്കളെ ശക്തിപ്പെടുത്തണമേ. അവർക്കൊരു ഉറപ്പ് നൽകണമേ. അങ്ങ് കൂടെയുണ്ടെന്നുള്ള, അങ്ങ് ശക്തിപ്പെടുത്തുന്നുണ്ടെന്നുള്ള ബോധ്യം നൽകി ഞങ്ങളുടെ മക്കളെ കർത്താവെ അനുഗ്രഹിച്ച് അങ്ങയോട് ചേർത്ത് പിടിച്ച് അങ്ങയിൽ ഉറപ്പിക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവര് ഭയപ്പെട്ട് നിരാശപ്പെട്ടിരിക്കാതെ അവരുടെ ഭയം എടുത്തു മാറ്റണമേ, നിരാശ എടുത്തു മാറ്റണമേ, ഉത്കണ്ഠ എടുത്തു മാറ്റണമേ. എല്ലാം സാധിക്കും അങ്ങയോട് കൂടെ, അങ്ങ് ശക്തനാക്കുന്നവനാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് ഈ ഒരു ഉറപ്പോടെ വിശ്വാസത്തോടെ പഠിക്കാനും പരീക്ഷ എഴുതാനും മാത്രം പോരാ. കർത്താവെ, വിജയിക്കണം. ഉന്നതമായ വിജയം ഞങ്ങളുടെ മക്കൾ നേടണം. അതിനുവേണ്ടി ഈ വചനത്തിന് അത്ഭുത ശക്തിയും ഈ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണവും
ഞങ്ങളുടെ മക്കളില് സംഭവിക്കത്തക്ക വിധം കർത്താവേ ഞങ്ങളുടെ മക്കളെ ശക്തിപ്പെടുത്തണമേ. ഈ സമയം ദിവ്യ കാരുണ്യത്തിൽ നിന്ന് ആ വലിയ ശക്തി ഞങ്ങളുടെ മക്കളിലേക്ക്, പഠനത്തിലേക്ക്, അവരുടെ വിശ്വാസത്തിലേക്ക്, അവരുടെ ജീവിതത്തിലേക്ക് നിറയപ്പെടട്ടെ കർത്താവേ. ഭയം മാറിപ്പോകട്ടെ, ഉത്കണ്ഠ മാറിപ്പോകട്ടെ, വലിയ ഉറപ്പ് ലഭിക്കട്ടെ, വിശ്വാസം വളരട്ടെ. അങ്ങയുടെ ശക്തി കണ്ട് അനുഭവിച്ച് ഞങ്ങളുടെ മക്കൾ അങ്ങയാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അസാധ്യമെന്ന് കരുതുന്ന എല്ലാ കാര്യങ്ങളും അങ്ങയാൽ ഞങ്ങളുടെ മക്കൾക്ക് സാധ്യമാകട്ടെ കർത്താവേ. അങ്ങേക്ക് അസാധ്യമായ യാതൊന്നുമില്ല. സർവാധിപനും സർവശക്തനുമാണ്. ഓ ദിവ്യ കാരുണ്യനാഥ, അങ്ങയുടെ വാഗ്ദാനങ്ങളും അങ്ങയുടെ സർവാധിപത്യവും അങ്ങയുടെ സർവശക്തിയും അനുഭവിച്ച് ഞങ്ങളുടെ മക്കൾ ഈ ജീവിതം ജീവിക്കാനും പരീക്ഷ എഴുതാൻ വിജയം നേടാൻ ഇടയാകത്തക്ക വിധം അങ്ങയുടെ ശക്തി ഞങ്ങളുടെ മക്കളിൽ പ്രകടമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ ദിവ്യ കാരുണ്യനാഥ ഞങ്ങളുടെ മക്കളെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. അവരിൽ ആ കോൺഫിഡൻസ്, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം സാധ്യമാണ് എന്നുള്ള കോൺഫിഡൻസ് കർത്താവെ ഞങ്ങളുടെ മക്കളിൽ ഉറക്കട്ടെ. അതിലൂടെ അവരുടെ ഭയവും ഉത്കണ്ഠയും നിരാശയും ആകുലതയും എല്ലാം മാറിപ്പോകട്ടെ. വലിയ കരുത്തോടെ ശക്തിയോടെ പരീക്ഷ എഴുതി ഞങ്ങളുടെ മക്കൾ ജയിക്കട്ടെ. മക്കളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ കുടുംബത്തിന്റെയും ജീവിതത്തിന്റെയും എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങൾക്കും പ്രാർത്ഥനകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യ കാരുണ്യനാഥന്റെ ആശീർവാദത്തിലൂടെ വലിയ ശക്തി നമ്മിൽ നിറയപ്പെടാൻ, ഈ വചനം നമ്മിൽ നമ്മുടെ മക്കളിലും മാംസം ധരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് സമർപ്പിച്ച് നമുക്ക് ആരാധനയുടെ ആശീർവാദത്തിന് വേണ്ടി ദിവ്യ കാരുണ്യനാഥന്റെ ശക്തമായ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. മക്കളെ, സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ ഈശോയേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, അങ്ങയിൽ ഉറച്ചു വിശ്വസിച്ച് അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ച് അങ്ങയുടെ സർവാധിപത്യ ശക്തി സ്വന്തമാക്കി ജീവിക്കുവാൻ ഞങ്ങളുടെ മക്കൾക്ക് ഇടയാകട്ടെ. ഉറപ്പോടെ ഞങ്ങളുടെ മക്കൾ പരീക്ഷ എഴുതി ജയം കാണുവാനുള്ള ഭാഗ്യം ഞങ്ങളുടെ മക്കൾക്ക് ഉണ്ടാകട്ടെ. അത് കാണുവാനുള്ള വലിയ ഭാഗ്യം ഞങ്ങൾക്കും ഉണ്ടാകട്ടെ. അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.